അപ്പൊ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമ്മുടെ കൂടെ ഉള്ളത് ചെകുത്താനാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ കഞ്ചാവിനെ പറ്റി സംസാരിച്ച സമയത്ത് കഞ്ചാവ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ചെകുത്താൻ സംസാരിച്ചത്. ശരിക്കും കഞ്ചാവ് ഉപയോഗിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കഞ്ചാവ് മെഡിസിനുള്ള രീതിയിൽ, അല്ലെങ്കിൽ കഞ്ചാവ് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനല്ല പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞു കഞ്ചാവ് എന്താ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞു? എനിക്ക് ഒരുപാട് കോൾസ് വന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്, കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിലാണ് ആള് പറയുന്ന, ആളുടെ വീഡിയോസിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ വീഡിയോ അവര് മൊത്തം കണ്ടില്ല, മിക്കവാറും ക്യാപ്ഷൻ മാത്രം കണ്ടിട്ടായിരിക്കും വിളിച്ചത്. നീ എന്ത് ക്യാപ്ഷൻ ആയിട്ട്? ഞാൻ പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റല്ല, കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാപ്ഷൻ. അങ്ങനെ മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, നമ്മളെല്ലാ ഡ്രഗ്സിനെ പറ്റിയും പറയുമ്പോൾ ഇതൊരു ക്ലിനിക്കൽ മെഡിക്കൽ പർപ്പസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ പറ്റി വരെ നമ്മൾ പറഞ്ഞാൽ. ഇനി അഥവാ അങ്ങനെയല്ല, താനിപ്പോ കഞ്ചാവ് അടിക്കുമെന്ന് വിചാരിച്ചു, കഞ്ചാവ് അടിക്കാൻ കിട്ടി, താൻ കഞ്ചാവ് അടിച്ചു തുടങ്ങി, കുറച്ചാൾ കഴിയുമ്പോൾ തനിക്ക് കഞ്ചാവിന് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നിയാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണ്ടേ. ആ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയുന്നത് അതുപോലൊക്കെ നിൽക്കാൻ പറ്റും. പിന്നെ ഇത് അടിക്കാനായിട്ട് മനസ്സിലാക്കി അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കള്ളു കുടിക്കുന്നവർ കള്ളു കുടിക്കാൻ അറിയോ? ഇവര് ലീഗലാണല്ലോ കള്ള്. അല്ല, സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കാൻ അറിയോ? ഇതൊക്കെ ലീഗലായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ. അതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനാ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നു. പണക്കാരുടെ പാർട്ടികളൊക്കെ അവര് സിപ്പായിട്ട് കുടിക്കും. അതൊക്കെ ഓരോരുത്തർ എന്തോരം അടിക്കട്ടെ, എങ്ങനെയും അടിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല, അവർക്ക് അടിക്കാൻ അറിയാലോ. അങ്ങനെയല്ല അടിക്കുന്നത്, അത് ഒറ്റ അടിക്ക് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. സിപ്പൊക്കെ ഒരു ചാടയ്ക്ക് പറയാനൊക്കെ ഉള്ളൂ. വേണേ 2 സിപ്പ് തീർക്കാം, 3 സിപ്പ് 8 സിപ്പ് വേണമെന്നൊക്കെ പറയും. അത് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പോക്രിത്തരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ ടെൻഡൻസി എല്ലാം ഉണ്ട്. എല്ലായിടത്തും എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. അതിന് ഹൈ ക്ലാസ്സിൽ മണ്ടന്മാരില്ലെന്നൊന്നും അല്ല, എത്ര വലിയ ഹൈ ക്ലാസ്സിലാണ് തറയാൻ തെണ്ടികളൊക്കെ ഉണ്ട്. അവിടെയും അലമ്പ് ഉണ്ടാവാറുണ്ടല്ലോ. താൻ ഈ റേവ് പാർട്ടി നടക്കുന്നിടത്ത് ഒരു അലമ്പൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. വളരെ കുറച്ച് പേര് ഇപ്പൊ സമനില തെറ്റിയ ആൾക്കാരുണ്ടാവും, സൈക്കാട്രിക് ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങിങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ആക്രാന്തം പരവേശം മൂത്തിട്ട് ഇതൊക്കെ കാണുമ്പോൾ അതിശയം വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. കൂടുതൽ പേര് എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. വല്ലപ്പോഴും എടുത്ത് വന്നിട്ട് ഒരു അഭ്യാസം കാണിക്കുന്നുണ്ട്. നമ്മളിതിനെ മൊത്തത്തിലൊന്നും അങ്ങ് അടിച്ച താത്തി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇത് വലിക്കാൻ തുടങ്ങിയത് എന്നാന്നോ എപ്പോഴാന്നോ മനുഷ്യന് ഒരു ധാരണയില്ല. ഇത് ആദ്യം തിന്നുമായിരിക്കും ചെയ്തത്. ഇന്നിപ്പോ എന്തോ കറങ്ങിപ്പോയി അങ്ങനെ. ശിവനൊക്കെ അതൊക്കെ വിട്ടേക്ക് അന്നോ കാലം തൊട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ചിലപ്പോൾ DNA വല്ല കൂടുതലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പാരമ്പര്യത്തിൽ എവിടെയൊക്കെയോ കഞ്ചാവൊക്കെ വലിച്ചവരൊക്കെ കാണും. അതിന്റെ ബാക്കിയെ കാണത്തുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് ശിവൻ വരെ, അതായത് ദൈവം വരെ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ല, അങ്ങനെയൊന്നും നോക്കുന്നില്ല. അവര് പറയുന്നത് നമുക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഇത് തലമുറകളായിട്ട് ഇപ്പൊ മദ്യം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ സാധനമായിരിക്കും ഒരു എന്താ സബ്സ്റ്റൻസ് ആയി ഇത് ഈ കിക്ക് കിട്ടുന്നത്. അത് കഞ്ചാവും പിന്നെ എന്തെങ്കിലും വേറെ ഇപ്പൊ തെങ്ങുകളിലൊക്കെ കണ്ടുപിടിക്കാൻ സമയം എടുത്ത് കാണും. ഇതെന്ന് വെച്ചാൽ ഒരു ചെടിയാ, ആരെങ്കിലും പറിച്ച് തിന്നു പോകുന്ന വഴിക്ക് തിന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇത് കണ്ടപ്പോ കറങ്ങി കിറങ്ങി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ സംഭവം ഇതിനകത്തുള്ള രസം എന്താ വെച്ചാൽ, ഇപ്പൊ ഇന്ത്യയിൽ അത്ര ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ഇത് വലിക്കുന്നവരൊന്നും ഇല്ലീഗൽ അല്ല. താൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കറങ്ങുന്ന സ്വാമിമാരെയൊക്കെ പറ്റി ആ മൈത്രേയം പറഞ്ഞു കേട്ടില്ല, അവരെല്ലാം പിടിച്ച് ജയിലിടുവാണ്. ബാങ്കും ലീഗലായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത അളവ്, അതുകൊണ്ട് ഇത്ര ഗ്രാം 3 ഗ്രാം അതുകൊണ്ട് കുറച്ച് വെച്ച് കൈ വെച്ചാൽ അത് വലിയ കേസൊന്നും ആകത്തില്ല. ഒരു ചെറിയ പെറ്റി കേസ് അടിച്ച് വിടത്തേ ഉള്ളൂ. അല്ലാതെ ശിക്ഷാർഹമൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെറ്റി കിട്ടും, സിഗരറ്റ് പുറത്ത് നിന്ന് വലിച്ചാൽ കിട്ടുന്ന ഒരു പെറ്റി. അപ്പൊ അതിനെ അങ്ങനെ യൂസ് ചെയ്ത ആളെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും ചെയ്യാനും ഇല്ല. കഞ്ചാവാണെങ്കിൽ MDMA ആണെങ്കിൽ മാറും. ഇത് ഈ സോഫ്റ്റ് ഡ്രഗും ഹാർഡ് ഡ്രഗും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇവിടെ ഈ സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഈ ലീഗലാക്കുക എന്ന് വിചാരിച്ചു. ഈ ലീഗലാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സേഫ് ആവുക ചെയ്യുന്നത്. അല്ല, ശരിക്കും ലീഗലാക്കണം അഭിപ്രായം. അതെ, ലീഗലായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ഈ സാധനം കൊടുക്കണം. അതും പ്രിസ്ക്രിപ്ഷനോട് കൊടുക്കാം. ഇനി അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഏതെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് മേടിച്ചാൽ തന്നെ ഇപ്പൊ കാനഡയുടെ അവസ്ഥ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ എല്ലാവരും എങ്ങനെ അടിക്കുന്നതെന്ന്. അവിടെ തനിക്ക് പുറത്തും കിട്ടും, മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ അല്ലാത്ത സാധനം വില കുറവായിരിക്കും. ചിലപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ വരുന്നതിന് അവിടെ വില കുറവാണ്. അല്ലെങ്കിൽ ഇതിന് കൂടി എന്തെങ്കിലും സാധനം കൂടെ മിക്സ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എന്തോ വരുന്നില്ല, അതിന് ചിലപ്പോൾ വേറെ വിലയ്ക്ക് ഈ സാധനം കിട്ടും. ഇവർ പുറത്തുനിന്ന് മേടിക്കുക. പക്ഷെ അവിടെ പിന്നെ ഒരു ലാബ് കൂടെ ഉണ്ട്. ഇപ്പൊ MDMA പോലത്തെ സാധനം എടുത്ത് മേടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ അടിക്കുന്ന, അപ്പോൾ അവൻ മേടിച്ചിട്ട് അവനെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. ഈ MDMAക്കകത്ത് വേറെ എന്തോ ഒരു കെമിക്കലോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ മാഫിയ ടീമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഡിക്ഷനെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാലേ അവർക്ക് ഇത് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യ വിൽക്കുന്ന മൊത്തം അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനം ആയിരിക്കത്തില്ലേ.
ഇവിടെ ഈ കൊച്ചുകളെ കിട്ടിയത് മൊത്തം അഡിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ മാഫിയ ചെയ്തുള്ളൂ. അതെ അതെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഡ്രഗ് അഗൈൻസ്റ്റ് വാർ എന്നും പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഈ കളി കളിച്ചിട്ട് പല രാജ്യങ്ങളും അത് വേണ്ടെന്ന് വെച്ചത് അതിനകത്ത് ഇത് നടപടി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നിൽക്കത്തില്ല. അല്ല, പക്ഷെ സർക്കാരുകൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരു കാര്യമില്ല. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയിട്ട് ഈ കഞ്ചാവ് ഉണ്ടായതിനു മുമ്പ് ചിലപ്പോൾ ഇവന്മാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ സിനിമ ഒരിടയ്ക്ക് മദ്യം വിഷമാണ്, മദ്യം മറ്റേതാണ് മറിച്ചാണ് അന്ന് ടീമുണ്ട്. എന്നിട്ട് ഇപ്പൊ മദ്യം വലിയ വിഷമാണ്. അല്ല, ഇപ്പൊ MDMA വന്ന പിന്നെ മദ്യത്തിന് വലിയ പേര് ദോഷം ഇല്ലല്ലോ. എന്നാൽ മദ്യത്തിനുള്ള പ്രശ്നം മദ്യത്തിന് ഇപ്പോഴും ഉണ്ട്.